ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു, ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു. അതുകൊണ്ട് നീ ദുനിയാവിനെ സ്നേഹിക്കല്ലേ മോനെ. മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ഒരു ജീവിതമുണ്ട്. ആ ആഖിറത്തിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന് മലക്കിന് നല്ല പരിചയമാണ്. മലക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. മലക്ക് നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, പടച്ചവനെ സ്വന്തം മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരു വാപ്പ പറയാ, മോനെ ഒരു രൂപ പോലും ഈ വീടിൻ്റെ അകത്തില്ല. മക്കൾക്ക് വേണ്ടി വാപ്പ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. കാരണം അല്ല പറഞ്ഞു ഒന്നും കരുതി വെക്കരുതെന്ന്. നാളത്തേക്ക് ഒന്നും കരുതി വെക്കണ്ട എന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും വെച്ചിട്ടില്ല. വാപ്പാട് ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ? മരിച്ച പൊതിയാൻ ഒരു തുണി വാങ്ങാൻ പൈസയുമില്ല, ഒരു നല്ല തുണിയില്ല. അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചിട്ട് റോഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉംറ കഴിഞ്ഞ് വരുന്ന ആരെയെങ്കിലും കണ്ടാൽ പറയണം, ആ ഇഹ്റാമിൻ്റെ വസ്ത്രം കൊണ്ട് എൻ്റെ മയ്യത്ത് പൊതിഞ്ഞിട്ട് കബറടക്കാൻ. ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ ജിബിരിയിലും മലക്കുകളും തിരിച്ചറിഞ്ഞത്. പേരും കുടുംബവും അവർക്കറിയാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണത്തിനോടുള്ള ആർത്തി അങ്ങ് കള. സമ്പത്തിനോട് എന്തിനാ ആർത്തി? അധികാരത്തോട് എന്താ ആർത്തി? എൻ്റെ കൊട്ടാരം പോലെ 2 നിലയും 3 നിലയും കോടികൾ മുടക്കി എന്തിനാ കെട്ടാൻ നിൽക്കുന്നത്? ഇതിനോടുള്ള ആർത്തി കളഞ്ഞാൽ നിന്നെ മലക്കുകൾ സ്നേഹിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുത്തു. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റ് എടുത്തോ ഇൻഷാ അല്ലാഹ്. ഒന്നേന്ന് തുടങ്ങിക്കോ. നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്തു ബക്കറ്റിൻ്റെ അകത്തിട്ട തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുള്ള മലക്ക് ദുആ ചെയ്യും, അല്ലാ ഉള്ളതിൽ പങ്ക് ഇവൻ കൊടുത്തു പടച്ചവനെ, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. മലക്ക് തലയുടെ മുകളിൽ നിന്ന് ദുആ ചെയ്യും. 37 കുട്ടികൾ പഠിക്കുന്നു. ഈ മക്കളുടെ ചെലവിന് വേണ്ടി, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോൾ പോക്കറ്റിൻ്റെ അകത്ത് പൈസ വെച്ചിട്ട് നീ കൈകെട്ടി ഇങ്ങനെ ഇരിക്കുകയാ. ചിലർ ഉറക്കം നടിക്കും. അപ്പം മലക്ക് ദുആ ചെയ്യും, ഉണ്ടായിട്ടും ഇവൻ കൊടുത്തില്ല, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണം അല്ലാ. അല്ല എങ്ങാനും പിടിച്ചു വെച്ച നിന്റെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. മുത്തഅല്ലിം ഉസ്താദ് ബക്കറ്റും കൊണ്ട് ആരാ പോണത്? നിങ്ങളാ. ഉസ്താദിൻ്റെ സഹോദരിമാരെ കെട്ടിക്കാനല്ല, ഉസ്താദിന് വീട് വെക്കാനല്ല, ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് എല്ലാവരുടെ മുന്നിൽ പോയി നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. ധൃതി ഒന്നുമില്ല. തരേണ്ടവരുത്തരും പോയി സമാധാനത്തിൽ മേടിച്ചാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പോക്കറ്റിൽ കൈയിട്. തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കിൻ്റെ ദുആ കിട്ടണോ ശാപം കിട്ടണോ നിങ്ങൾ തീരുമാനിക്കും. മലക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കും, ശപിച്ചാലും സ്വീകരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൈയടിച്ച് പോക്കറ്റിട്ട് നോക്ക്, വല്ല ഇഴജന്തുക്കളും കിടക്കുന്നു. നിങ്ങൾ വെച്ച പൈസ പോക്കറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്ക്. അള്ളാഹുവേ, ആരൊക്കെ സദക്ക കൊടുക്കുന്നു മരിക്കുന്ന കാലം വരെ ഇവർക്ക് നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. ഉറക്കപ്പറ അള്ളാഹുവേ, മരിക്കുന്ന കാലം വരെ നീ ദാരിദ്ര്യം കൊടുക്കല്ലേ പടച്ചവനെ. ഒരു പണക്കാരൻ്റെയും വീടിൻ്റെ മുന്നിൽ പോയി നിന്ന് പിരിവെടുക്കണ്ട, വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുക്കേണ്ട ഒരു ഗതികേട് അള്ളാഹുവേ ഈ സദക്ക കൊടുക്കുന്നവർക്ക് നീ നൽകല്ലേ തമ്പുരാനെ. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പോക്കറ്റ് കൈയിട്ടാ ഇട്ടോ ഇൻഷാ അല്ലാഹ്. ഈ ബക്കറ്റ് അങ്ങ് എത്തുമ്പോഴത്തേക്ക് ശൈത്താൻ വന്നിട്ട് എടുത്തത് കൂടെ തിരിച്ച് വെപ്പിച്ചളയും ശൈത്താൻ. അള്ളാഹു ദാരിദ്ര്യത്തോട്ട് കാക്കുമാറാകട്ടെ. ആർക്കെങ്കിലും പിരിവെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മരിക്കുന്ന കാലം വരെ ഉസ്താദ് ഒരു സംഘടനയുടെ മുന്നിലും ഒരു കമ്മിറ്റി ഓഫീസിലും പോയി അപേക്ഷ കൊടുത്തിട്ട് കാത്തു നിൽക്കാൻ വയ്യ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ മനസ്സില്ലാത്തവർ കൈവക്ക്. പലരും കേട്ടില്ല ഞാൻ പറഞ്ഞ എന്താന്ന്, അതാ വെക്കാത്തേ തോന്നുന്നു. മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാൻ മനസ്സ്